പുറത്ത് പഠിക്കാനും ജോലിക്കുമായി പോകുന്നവരുടെ ഏറ്റവും വലിയ വിഷമമാണ് അവരുടെ മാതാപിതാക്കളെയും മുത്തശ്ശിമാരെയും നാട്ടിലുപേക്ഷിച്ച് പോകുന്നത്. എന്നാൽ ഇനി അങ്ങനെയുള്ള വിദേശികൾക്ക് അവരുടെ മാതാപിതാക്കളെയും മുത്തശ്ശിമാരെയും കൂടെ കൂട്ടാൻ കാനഡ അവസരമൊരുക്കി കൊടുക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2025 ജൂലൈ 28 മുതൽ കനേഡിയൻ ഫെഡറൽ ഗവൺമെന്റ് പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ് പ്രോഗ്രാം, അതായത് PGP വഴി സ്ഥിരതാമസത്തിന് അപേക്ഷ ക്ഷണിക്കും. ഈ വർഷം 10,000 പൂർണ്ണ അപേക്ഷകൾ അംഗീകരിക്കാനാണ് കാനഡ ലക്ഷ്യം വെക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ 2 ആഴ്ചയ്ക്കുള്ളിൽ 17,860 ക്ഷണക്കത്തുകൾ വിദേശ അപേക്ഷകർക്ക് അയക്കും. കാനഡയുടെ PGP പ്രോഗ്രാം വഴി യോഗ്യരായ കനേഡിയൻ പൗരന്മാർക്ക് സ്ഥിരതാമസത്തിന് അവസരം ലഭിച്ചവർക്കും കുടുംബത്തെ കൂടെ കൂട്ടാൻ രജിസ്റ്റർ ചെയ്ത ഇന്ത്യക്കാർക്കും അവരുടെ മാതാപിതാക്കളെയും മുത്തശ്ശിമാരെയും സ്ഥിരതാമസത്തിന് സ്പോൺസർ ചെയ്യാൻ സാധിക്കും. പൊതുവെ കാനഡയിൽ PGP പ്രോഗ്രാമിന് ഉയർന്ന ഡിമാൻഡുണ്ട്. അതുകൊണ്ട് തന്നെ അപേക്ഷകരെ തിരഞ്ഞെടുക്കാൻ കാനഡ നറുക്കെടുപ്പ് സംവിധാനം ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആർക്കാണ് ഈ PGP പ്രോഗ്രാമിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്? 2020 ഇൻട്രസ്റ്റ് ടു സ്പോൺസർ എന്ന ഫോം സമർപ്പിച്ച വിദേശികൾക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക. ഈ പ്രോഗ്രാമിലേക്ക് പുതിയ അപേക്ഷകരെ നിലവിൽ സ്വീകരിക്കുന്നില്ല. 2020 അപേക്ഷിച്ച ഭൂരിഭാഗം ആളുകൾക്കും ഇതുവരെ ക്ഷണം ലഭിച്ചിട്ടില്ല. പുതിയതായി നടക്കാൻ പോകുന്നതിൽ അവർക്ക് ക്ഷണം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അപേക്ഷകർ അവരുടെ മെയിലും സ്പാം ഫോൾഡറും കൃത്യമായി പരിശോധിക്കണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അപേക്ഷകരുടെ അപേക്ഷ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മെയിൽ വന്നാൽ അപേക്ഷകർക്ക് പെർമനന്റ് റെസിഡൻസ് പോർട്ടൽ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് പെർമനന്റ് റെസിഡൻസ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അപേക്ഷയ്ക്കുള്ള രേഖകൾ സമർപ്പിക്കേണ്ടുന്നത് ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴിയായിരിക്കും. എന്താണ് പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ് പ്രോഗ്രാം? കാനഡയിൽ എത്തുന്ന വിദേശികൾക്ക് അവരുടെ മാതാപിതാക്കളെയും മുത്തശ്ശിമാരെയും കൂടെ കൂട്ടാനും താമസിക്കാനും അനുവദിക്കുന്ന പ്രോഗ്രാമാണ് PGP അഥവാ പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ് പ്രോഗ്രാം. കുടുംബത്തെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തികൾക്ക് അവരുടെ കുടുംബത്തെ കാനഡയിൽ കൊണ്ടുവരാനും അവിടെ താമസിപ്പിക്കാനുമുള്ള വരുമാനം ആവശ്യമാണ്. സാധാ അപേക്ഷകളിൽ നിന്നും വ്യത്യാസമായി PGP അപേക്ഷകൾക്കുള്ള പ്രോസസ്സിംഗ് സമയം വ്യത്യാസപ്പെട്ടിരിക്കും. 2025 ഫെബ്രുവരി 5 മുതൽ ക്യുബക്കിന് പുറത്തുള്ള അപേക്ഷകൾക്ക് ഏകദേശം 24 മാസവും ക്യുബക്കിന് ഉള്ളിലുള്ള അപേക്ഷകർക്ക് 48 മാസവും സമയമെടുക്കും. ക്യുബക്കിന് കുടുംബ സ്പോൺസറിനായി പ്രത്യേക കോട്ടകളുണ്ട്. അപേക്ഷ ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? PGP പ്രോഗ്രാം വഴി ക്ഷണം ലഭിക്കാത്ത അപേക്ഷകർക്ക് സൂപ്പർ വിസ പ്രോഗ്രാം ഒരു ബദൽ സംവിധാനമായി ഉപയോഗിക്കാം. സൂപ്പർ വിസ മാതാപിതാക്കൾക്കോ മുത്തശ്ശന്മാർക്കോ ദീർഘകാലത്തേക്ക് കാനഡയിൽ സന്ദർശിക്കാനും താമസിക്കാനും അനുവാദം ലഭിക്കുന്നുണ്ട്. ഈ വിസയ്ക്ക് 10 വർഷം കാലാവധിയുണ്ട്. കൂടാതെ വിസ ഉടമകൾക്ക് 5 വർഷം വരെ കാനഡയിൽ താമസിക്കാനും അനുവദിക്കും. അവർക്ക് കാനഡ വിട്ടു പോകാതെ തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ വിസ നീട്ടിക്കിട്ടാനും അപേക്ഷിക്കാം. PGP പ്രോഗ്രാമിലേക്ക് യോഗ്യത നേടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായി വരും? ആദ്യമായി 2020 ഇൻട്രസ്റ്റ് ടു സ്പോൺസർ ഫോം സമർപ്പിച്ചിരിക്കണം. കാനഡ PR അല്ലെങ്കിൽ പൗരത്വം ലഭിക്കണം. നിങ്ങൾക്ക് 18 വയസ്സിൽ മേൽ പ്രായമുണ്ടായിരിക്കണം. അപേക്ഷാ സമയത്തും അപേക്ഷ പ്രോസസ് ചെയ്യപ്പെടുന്നത് വരെ നിങ്ങൾ കാനഡയിൽ തന്നെ താമസിക്കണം. കഴിഞ്ഞ 3 നികുതി വർഷങ്ങളിൽ നിങ്ങൾക്കുള്ള ആധാര വരുമാനം സർക്കാർ നിശ്ചയിച്ച പരിധിയെ കവിഞ്ഞിരിക്കണം. ആവശ്യമെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ വരുമാനം ചേർത്ത് കാണിക്കാം. സാമ്പത്തിക സഹായം നൽകാമെന്ന് ഉറപ്പ് നൽകണം. നിങ്ങളുടെ അമ്മയെയും അച്ഛനെയും 20 വർഷത്തേക്ക് സാമ്പത്തികമായി പിന്തുണയ്ക്കാൻ കഴിയുമെന്ന് സമ്മതിക്കണം. കൂടാതെ അവർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സോഷ്യൽ സഹായം നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടി വരും. കൂടാതെ അപേക്ഷകന് കാലാവധിയുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരിക്കണം. കനേഡിയൻ ഹോസ്റ്റ് വരുമാന നിയമം പാലിക്കുകയും വേണം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.